ഇപ്പോൾ സമൂഹത്തിലെ പല ആളുകളും വല്ലാതെ എന്താണ് വിഷമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഇവരുടെയൊക്കെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. പലപ്പോഴും ഈ എന്താണ് കൗണ്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സമയക്കുറവ്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെക്സോളജിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടർമാരുണ്ട്, ഗൈനക്കോളജി, ഇപ്പം IVF ട്രീറ്റ്മെൻറ്റ് കേന്ദ്രങ്ങൾ, ഇവർക്കൊക്കെ വല്ലാതെ ചാകരയാണ്. അത് ചാകര എന്ന് മാത്രം പറഞ്ഞുകൂടാ, ഈ ശാസ്ത്രീയമായി ഇതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ എന്ത് വൈറ്റമിൻസ് കഴിക്കണം ഒന്നും അറിയാത്തത് കൊണ്ട് കൂടിയാണ്. പക്ഷേ ഇതിനൊക്കെ ചില നമ്മുടെ നാടൻ ചില പൊടിക്കൈകൾ കൊണ്ട് നമുക്കൊരു പരിധിവരെ ഇതിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളത് കൂടിയാണ്. ആ അറിവുകളൊന്നും ഇപ്പോൾ പലപ്പോഴും നമുക്ക് പകർന്നു കിട്ടാറില്ല. അത്തരത്തിൽ ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഒരു വസ്തു കൊണ്ട് നമ്മുടെ സെക്ഷൽ ശേഷി വർദ്ധിപ്പിക്കാമെന്നുള്ള പഠനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് കൂടുതൽ? ശരിയാണ് പാർത്ഥൻ പറഞ്ഞത്. ലൈംഗികത നമ്മൾ എല്ലാത്തിലും പറയുന്നതാ. ലൈംഗികത എന്ന് കേൾക്കുമ്പോൾ കമ്പിക്കഥ എന്ന് വിചാരിക്കുന്ന കുറെ വിവരശൂന്യരുണ്ട്. അവരോട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനായി പലരും ഒരുപാട് മരുന്നുകൾ വാങ്ങുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കര വില കൂടിയ മരുന്നുകൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരം മരുന്നുകൾ ഡോക്ടർമാരെ സമീപിക്കുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഈ ലൈംഗിക ശേഷിയുടെ കുറവാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഒക്കെ അങ്ങനെയാണോ? എനിക്കതിൽ കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ മരുന്നുകൾ, പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പല ദോഷങ്ങളും ഉണ്ടാക്കുന്നു എന്നും പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല. ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ ഈ ഹോർമോണായ ട്രീറ്റ്മെന്റ് എനിക്കറിയാം. ഞാനൊരു ഗുളിക കഴിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്തരം ഹോർമോണുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഗുളികകൾ പലപ്പോഴും നമ്മുടെ മരുന്നുകളൊക്കെ പലപ്പോഴും നമ്മുടെ ശരീരത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോ പഠനങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ വലിയ സർവകലാശാലകളൊക്കെ നടത്തുന്ന പഠനങ്ങളാണ്. അല്ലാതെ വെറുതെ ഈ ഏതെങ്കിലും ഈ പറയുന്ന എന്താ പറയുക, ഈ ചിലരൊക്കെ കളിയാക്കുന്ന മുത്തുച്ചിപ്പി, പിന്നെ ഫയറ്, അങ്ങനെയുള്ള വാരികൾ, ഇതൊക്കെ വായിച്ച് പിന്നെ ആരെയും ബലാത്സംഗം ചെയ്യാതെയും കൂട്ടബലാത്സംഗം ചെയ്യാതെയും പിഞ്ചു കുട്ടികളായി കണ്ടും ഇതൊക്കെ വായിച്ചു വന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയിലുള്ളവർക്ക് ഇത് വായിച്ചാൽ മതി, അവരുടെ ലൈംഗികാസ്വാദനം ശരിയായ രീതിയിലൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോഴത്തെ ഈ 4 വയസ്സുള്ള കുട്ടിയെ 50 വയസ്സുകാരൻ പിന്നെ പീഡിപ്പിക്കുന്നു, 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പെൺകുട്ടി 64 പേർ പീഡിപ്പിച്ചു. ഈ അവസ്ഥയിലൊക്കെ മുമ്പ് ഈ മുത്തുച്ചിപ്പിയും ഇത്തരം ഈ കഥകൾ അടങ്ങിയ ബുക്കുകളൊക്കെ ഇറങ്ങിയ സമയത്തുള്ള ഒരു കാലഘട്ടത്തിലും ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും വലിയ ബലാത്സംഗ കഥകളൊന്നും നമുക്ക് കേൾക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള ഈ ഒരു ബുക്കുകളെയൊക്കെ അധിക്ഷേപിച്ചൊക്കെ പലരും പറയുന്നത് കേൾക്കാം. ആ കാലഘട്ടത്തെ കുറിച്ച് കൂടി കുറച്ച് ആലോചിച്ച് സംസാരിച്ചാൽ നന്നായിരിക്കും. കാരണം അപ്പൊ കുറെ കൂടിയൊക്കെ സമൂഹത്തിന് വെളിപാടുണ്ടായിരുന്ന ഒരു എന്താ പറയുക മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അമ്മയെ അമ്മയായി കാണാനും സഹോദരിയായി കാണാനും മകളെ മകളായി കാണാനും കാമുകിയായി കാണാനും ഭാര്യയെ ഭാര്യയായി കാണാനും ഒക്കെ വെളിവുള്ള ഒരു വിഭാഗം, എല്ലാവരും എന്നല്ല, ഒരു വിഭാഗം ആളുകൾ അന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് ഭൂരിഭാഗം പേർക്കും ഈ അച്ഛന് മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, സഹോദരിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, മകൾക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, മക്കൾക്ക് വേണ്ടി കാമുകന്മാരോടൊപ്പം പോകാൻ മക്കളെ കൊല്ലുന്നു, ഭർത്താവിനെ കൊല്ലുന്നു, അമ്മായിയമ്മയെ കൊല്ലുന്നു, ഭാര്യയെ വഞ്ചിച്ച് പിന്നെ മറ്റു സ്ത്രീകളോടൊപ്പം കറങ്ങുന്ന ഭർത്താക്കന്മാർ. അങ്ങനെ ലോകം ഒരുപാട് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും വായിച്ചെന്നും പറഞ്ഞ് തെറ്റുകാരല്ല, ഇതൊന്നും അറിയുന്നവർ തെറ്റുകാരല്ല. പിന്നെ ഇതൊക്കെ എല്ലാ സമൂഹത്തിൽ വേണ്ട കാര്യങ്ങളാണ്. പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. ഇപ്പൊ പറയുന്നത് നമ്മൾ ഈ വില കൂടിയ മരുന്നുകൾ നമ്മുടെ വാങ്ങി കഴിക്കുന്നതിലും നല്ലത് ഉലുവ വലിയ രീതിയിൽ ഈ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആയുർവേദ മരുന്നായും സുഗന്ധവ്യഞ്ജനമായും എല്ലാം നാം ഉപയോഗിക്കുന്ന ഉലുവയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട് എന്നാണ് പഠനം പറയുന്നത്. ഉലുവയിൽ അടങ്ങിയിട്ടുള്ള സബാനിൽസ് എന്ന പദാർത്ഥം പുരുഷ ലൈംഗിക ഹോർമോണിനെ പോഷിപ്പിക്കുന്നുവെന്നാണ് പഠനത്തിൽ പറയുന്നത്. ഉലുവ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ലൈംഗിക ശക്തി കൂട്ടാനുള്ള ഒരു മരുന്നിന്റെയും സഹായം വേണ്ടി വരില്ല എന്ന് പരീക്ഷണം പറയുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ഈ തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് ഈ തലയിലൊക്കെ അരച്ച് തേക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ.
യൂട്യൂബിലൊക്കെ കണ്ട് വരുന്നതാണ്. അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് പഠനങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉലുവ വെള്ളമൊക്കെ കുടിക്കുന്നത് പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഉലുവ. നമ്മുടെ ഈ പല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറിൽ കൂടിയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ബ്രെയിനിൽ മാത്രമാണ്. അല്ല, പല ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ മെയിൻ ഘടകം എന്നതാണ് വയറ്. അതുകൊണ്ട് വയറ് ചീത്തയാകുമ്പോൾ നമുക്ക് മെന്റലി പ്രശ്നം വരുന്നതും അതുകൊണ്ടുകൂടെയാണ്. ഇപ്പോൾ ധനികയൊക്കെ അറിയാമായിരിക്കും, ഈ പ്രസവശേഷം പ്രസവ ചികിത്സ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ അതിൽ ചില മരുന്നുകളൊക്കെ തയ്യാറാക്കും പ്രസവശേഷം. അപ്പം ഈ അതിൽ ഉലുവ ചേർക്കും, അശ്വഗന്ധ ചേർക്കും, അതുപോലെ തന്നെ ഈ ശതാവരി തുടങ്ങിയ പല നാഡീവ്യൂഹങ്ങളെ ശക്തിപ്പെടുന്ന മരുന്നുകൾ ചേർക്കാറുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം ഇപ്പോഴുള്ള ആളുകൾക്ക് ഇപ്പോഴാണ് അത് എന്താണ് എന്നത് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഇപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പ്രസവശേഷം അമ്മമാര് വല്ലാതെ ബുദ്ധിമുട്ട്, അല്ല പണ്ട് അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് പലപ്പോഴും ഈ പ്രസവശേഷം നമ്മുടെ ബോഡി വല്ലാതൊരു ബുദ്ധിമുട്ടിലോട്ട് പോകും. കാരണം ഈ പ്രസവം എന്ന് പറയുന്നത് വലിയൊരു ഷോക്കാണ്. അതിനെ ബോഡി നോർമലായി വരുന്ന ആ സംഭവത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് വലിയ വിശ്രമം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ഹോർമോണൊക്കെ കുറച്ചിട്ടുകൊണ്ട് നമുക്കൊരു വിരസതയും കാര്യങ്ങളൊക്കെ ബോഡി സൃഷ്ടിക്കും. അങ്ങനെ അത് നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ സ്ഥിരമായി പോകാനും കുഞ്ഞിനെ വരെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസവ ചികിത്സയിൽ ഇത്തരം മരുന്നുകൾ ആയുർവേദം ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ലൈംഗികപരമായിട്ടുള്ള ഹോർമോൺ, ഹാപ്പി ഹോർമോൺ, അതുപോലെ ബോഡി ശരിയാവേണ്ട പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിന് ഇത്തരം ആയുർവേദ മരുന്നുകൾ ഒരുപാട് സഹായിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഉലുവ ചേർത്ത മരുന്നുകളായിരുന്നു നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആളുകൾ നമുക്ക് തന്നിരുന്നത്. അതിൻ്റെ ഗുണം ഇപ്പോഴത്തെ പെൺപിള്ളേർ അല്ലെങ്കിൽ പെൺകുട്ടികൾ, പ്രസവിക്കുന്ന അമ്മമാർ, അവരൊന്നും പ്രസവ ചികിത്സയ്ക്കൊന്നും പോകാറില്ല. അങ്ങനെ പോകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് അറിയപ്പെടുകയും കുഞ്ഞുങ്ങളെയൊക്കെ കിണറ്റിലെറിയുന്നു, കൊല്ലുന്നു, അല്ലെങ്കിൽ മുല കൊടുക്കാതിരിക്കുന്നു, ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലോട്ട് അവർ പോവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ പരിഹാരമായിരുന്നു പണ്ട്. നമ്മൾ പല അറിവുകളെയും പുച്ഛിച്ചു തള്ളുന്ന ആൾക്കാരാണല്ലോ. ഈ ആധുനിക ചികിത്സ മാത്രമാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെയല്ല, ഇതിലൊക്കെ പുറകിൽ ചില കാരണങ്ങളുണ്ട് എന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന നമ്മുടെ ലൈംഗിക ഹോർമോൺ ഉണ്ട്. ആ ലൈംഗിക ഹോർമോണിനെ ഉത്തേജിപ്പിക്കാൻ എന്തിന് കഴിവുണ്ട്? ഈ ഉലുവയ്ക്ക് കഴിവുണ്ട്. ഇത് കൂടുമ്പോഴാണ് നമുക്ക് ലൈംഗികപരമായ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഈ സമയം, അതുപോലെ കൗണ്ട്, ഇതിൽ ഒരു പുതിയ ജീവൻ നൽകാൻ കൗണ്ടിന് ഒരുപാട്, ബീജാണുക്കൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അങ്ങനെ ബീജാണുക്കൾ കുറയുമ്പോഴാണ് ഈ കുട്ടികളിൽ, നേരത്തെ തന്നെ എന്നോട് ചോദിച്ചില്ലേ കുട്ടികളുടെ പ്രശ്നം കുറവുണ്ടായിരുന്നത് ഇതാണോ എന്ന് ചോദിച്ചില്ലേ, അപ്പോൾ അത് തന്നെയായിരുന്നു യഥാർത്ഥ സംഭവം. അതായത് അത്തരത്തിൽ കൗണ്ട് കുറയുന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ, പരിഹരിക്കാൻ ആർക്ക് കഴിയും? ഉലുവയ്ക്ക് കഴിയും.